ഹലോ, അപ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? അപ്പം സുഖത്തിന് ചെറിയ കുറവൊക്കെ ഉണ്ടാവും, ബിക്കോസ് നമ്മുടെ എക്സാംസ് ഒക്കെ വളരെ അടുത്തു. അപ്പം നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ഓരോ കുറച്ച് മോഡൽസ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ മാർക്സിനും എങ്ങനെയാണ് നിങ്ങൾ അലോട്ട് ചെയ്ത് ടൈം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്കും യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഓവറോൾ ഐഡിയ അബൌട്ട് ഹൗ ടു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻസ്. ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് പാറ്റേൺസ് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് ഉള്ളത് ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ ഒരു പാസേജിനകത്ത് നിന്ന് യു ജസ്റ്റ് ഹാവ് ടു റീഡ്, അതൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊന്ന് നോക്കി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ലെവൽ, ഒന്നും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള കുട്ടികൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബിഗിനിങ് പോർഷനിൽ. അതായത് നമ്മൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്, ഒരു സംഭവം വായിച്ചിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക. കോംപ്രിഹെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയെടുക്കുക. ആ മനസ്സിലാക്കിയെടുത്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് ഏതായാലും കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഏതായാലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓൾ റൈറ്റ്, അപ്പം നമ്മൾ ആദ്യമേ ഓക്കെ, അപ്പം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ എന്താണ് എക്സാംസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവിടെ ഉണ്ടാവും. അപ്പോൾ അതാ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേഗം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ലെറ്റ് ദം ഓൾസോ ജോയിൻ us. എന്നിട്ട് നിങ്ങൾ മാത്രം മാർക്ക് മേടിച്ചാൽ പോരല്ലോ, ലെറ്റ് ദം ഓൾസോ ഹാവ് ഗുഡ് മാർക്സ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഒരു സെഷനിലേക്ക് പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ടെക്സ്ച്വൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഇസ് ദി കറക്റ്റ് വൺ. ഇതൊക്കെ ഈസിയാണ്, കാരണം നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റിൽ വായിച്ച് പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫോമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ എക്സെർപ്റ്റ് ഫ്രം പ്രോജക്ട് ടൈഗർ. നമുക്ക് അറിയുന്ന ചാപ്റ്റർ ആണ് പ്രോജക്ട് ടൈഗർ. And answer the questions that follow. Each question carries 1 score. Okay, hello, hi everyone, hello. അപ്പം നമുക്ക് ഇവിടെ നോക്കാനുള്ളത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ്, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ആൻസർ. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ആൻസർ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് അത് ഇവിടേക്ക് വെച്ച് എഴുതിയാൽ മതി. മാത്രമല്ല, ഇതൊക്കെ ഒരു മാർക്കിൻ്റെ മാത്രമല്ല, 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് വൺ വിൽ ക്യാരി 1 മാർക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നിങ്ങൾ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പം ഈ ഭാഗങ്ങളിലൊന്നും അധികം ടൈം കളയാണ്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, Mr. Thorat's men had fixed a 5-foot iron rod to the ground and about 30 feet from the area where the tiger was supposed to take a walk. They took a thin, long wire and fixed one end to the collar made of tiger skin to that the tiger was already wearing, and the other end was tied firmly to the visible portion of the iron rod, and the door of one of the cages was unfastened, and Mr. Thorat called out to the tiger. It responded almost at once and sprang out of its cage to land on the open space outside. What followed was totally unexpected, and one walking sedatively in a dignified manner, and the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. We stood around foolishly, watching a new, strange kind of circus which we were getting to see for free. And the camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making any way there. അപ്പോൾ ഇത് വായിച്ചപ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് ഭാഗത്തിൽ നിന്നുള്ളതാണ് ടൈഗറുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള ആ ഇൻസിഡൻറ്റ്.
ഓക്കെ, ടൈഗർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വയലന്റ് ആയി പോയിട്ടുള്ള ആ ഒരു സന്ദർഭത്തെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പാസേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, വി സ്റ്റുഡ് അപ്പ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് 5 questions are here. We stood around foolishly. Who does we refer to? ഇവിടെ നമ്മളെടുത്ത് who എന്ന് പറയുന്നത് ആരെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? ദി ആൻസർ ഇസ് ഒബ്വിയസ്ലി who. ഈ വി എന്ന് പറയുന്നത് ആരെയാണ്? ഒന്നാമത്തത് ഇത് എഴുതിയിട്ടുള്ള ആള്. ഹൂ ഇസ് ദാറ്റ്? സത്യജിത് റേ ആണ്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പൊ അവിടെ ആരാണുള്ളത്? ദ ഫിലിം ക്രൂ. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫിലിമിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ ക്രൂ ആണ് അവിടെ ഉള്ളത്. സോ സത്യജിത് റേ ആൻഡ് ദ ഫിലിം ക്രൂ. ആൻഡ് വാട്ട് ഡിഡ് ദേ യൂസ് എ കോളർ? Why did they use a collar made of tiger skin? Because tiger skinനെ വെച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കോളർ തന്നെ അത് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഓക്കെ, അപ്പൊ ടൈഗറിന്റെ നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടൈഗറിന്റെ നെക്കിൽ അത് ഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനും അതൊന്ന് ഫ്ലാറ്റൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ ടൈഗറിനുള്ള ഉണ്ടാവുന്ന ഡിസ്കംഫേർട്ട് ഒക്കെ ഒന്ന് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ് they just wanted to make that tiger skin. Okay. And they just wanted a long wire and fixed one to the collar made of tiger skin. Okay, അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത് വിയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. And then pick out a phrasal verb from the passage that means to shock or surprise someone. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് phrasal verbs എന്നൊക്കെ. അപ്പോൾ phrasal verbs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഫ്രേസ്, ഒരു phrasal verb ഉണ്ടാവും, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു വേർഡ് മീനിങ് ഇതിനകത്ത് കണ്ടുപിടിച്ചാൽ മതി. So here it is taken aback. Okay, so it is taken aback here. But taken aback എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? To shock or surprise. പെട്ടെന്ന് ആൾക്കാർ സർപ്രൈസ് ആവുക അല്ലെങ്കിൽ ഷോക്ക്ഡ് ആയി നിൽക്കുന്നതിനെയാണ് we call it as taken aback. All right, and then next comes identify the sentence from the passage that reveals Satyajit Ray's sense of humor. അപ്പോൾ സത്യജിത് റേ ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാണെന്ന് നമ്മുടെ ആ ഒരു എന്താണ് സ്റ്റോറിയിൽ നിന്ന്, ആ ഒരു സ്റ്റോറിയിൽ പല ഇൻസ്റ്റൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലൊരു ഇൻസ്റ്റൻസ് we just have to find it from this story also, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പാസേജിൽ നിന്നും നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അപ്പം നമ്മളെല്ലാവരെയും ഇതിനകത്ത് ഏതാണ് ഭാഗം എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ദ നെക്സ്റ്റ് കംസ് വാട്ട് ഡിഡ് മിസ്റ്റർ തോറാത്ത്സ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് റിവീൽ. അപ്പം മിസ്റ്റർ തോറാത്തിന്റെ ഭയങ്കര എന്താണ് വളരെ വെളുത്ത് നിൽക്കുന്ന ആ ഒരു ഫേസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയും എന്താണ് സൂചിപ്പിക്കുന്നത്? എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ, ഒന്നും അയാളുടെ കയ്യിൽ നിൽക്കത്തില്ല, ആ ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇതായിരിക്കും നമ്മുടെ ഒരു പാറ്റേൺ. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരു 1-2 ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ വിൽ സ്റ്റോപ്പ്. ഓക്കെ, ആൻഡ് ദെൻ വിൽ ബി ഡിസ്കസിങ് ലോഡ് ഓഫ് പ്രാക്ടീസസ് ഫോർ ഡിസ്കോഴ്സ് പാർട്ട്. Next comes read the lines from the blowing wind and answer the questions that follow. Each question carries 1 score. അപ്പോൾ ദാ ഇവിടെ ഒരു ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. How many rods must a man walk down before you call him a man? How many seas must a white dove sail before she sleeps in the sand? And yes, and how many times must the cannonballs fly before they are forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ എപ്പോഴും പോയിംസ് പഠിക്കുമ്പോഴേക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ ചെറിയ ഭാഗങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ, പോയറ്റിക് ഡിവൈസസോ സിമിലീസോ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ then it will be easy. എങ്ങനെയാണെങ്കിലും നിങ്ങൾ അപ്രിസിയേഷന് വേണ്ടിയിട്ട് പോയിംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പം അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ റോഡ്സ് സ്റ്റാൻഡ് ഫോർ? എന്താണ് ഇവിടെ ഒരു എക്സ്പ്രഷൻ കാണുന്നുണ്ട്, റോഡ്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? ഇനിയും എത്ര റോഡ് നടന്നു കഴിഞ്ഞാലാണ് ഒരു മനുഷ്യനായി കാണാൻ പറ്റുക? ഒരു റോഡ് എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ലൈഫ് എക്സ്പീരിയൻസസ് ഓഫ് എ മാൻ. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ എന്തുമാത്രം എക്സ്പീരിയൻസസ് അയാൾക്ക് ഉണ്ടാവണം, ആ ലൈഫ് എക്സ്പീരിയൻസസിനെയാണ് വി കോൾ ഇറ്റ് ആസ് റോഡ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. അടുത്തത് നെക്സ്റ്റ് വൺ, ദ വൈറ്റ് ഡവ് സിംബലൈസസ് ഡാഷ്. സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴാണ് മറ്റേ വെളുത്ത പ്രാവിനെയൊക്കെ പറത്തി വിടുക? ഡെഫിനറ്റ്ലി ഇറ്റ് സിംബലൈസസ് പീസ്, സമാധാനം. ഇനിയും എത്ര കാലം കാത്തിരിക്കണം ആൾക്കാർക്ക് സമാധാനം കിട്ടാൻ? ആ ഒരു ഐഡിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. All right, then next comes the answer is blowing in the wind implies. അടുത്തൊരു നമ്മൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ആൻസർ തന്നെയാണ്. എന്താണ് ആൻസർ വന്നിരിക്കുന്നത്? സോറി, ഐ മിസ്ഡ് വൺ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദേ റെഫർ ടു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ എന്ന
ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദി ആൻസർ ഇസ് അതിന് തൊട്ട് മുന്നേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ടൈംസ് മസ്റ്റ് ദി ക്യാനൻ ബോൾസ് ഫ്ലൈ. ഓക്കെ, അപ്പം ഈ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദി ക്യാനൻ ബോൾസ്. ക്യാനൻ ബോൾസിനെ തന്നെയാണ് അവിടെ ദേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ദി ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? The answer of every question, ഇപ്പോൾ ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സ് ഇറ്റ് ഈസ് നോൺ ടു എവ്രി വൺ, എല്ലാവർക്കും അറിയാം, ബട്ട് നോ വൺ ഇസ് റെഡി ടു ആൻസർ. ദാറ്റ് ഈസ് വൈ വി ആർ സ്റ്റിൽ ഫേസിങ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 10th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഫോർ alliteration from the lines given above. നിങ്ങളപ്പോൾ ഓൾറെഡി പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പോയത്തിന്റെ ഒരു 2 സ്റ്റാൻസസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ യു ഡു? അപ്പം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ്, നിങ്ങൾ ഓരോ ലൈൻസിലും വരുന്ന പോയറ്റിക് ഡിവൈസസ് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. വൺ ഈസ് മസ്റ്റ് മാൻ, കണ്ടോ, MM സെയിം കോൺസണന്റ് സൗണ്ട്സ് സെയിം ഒറ്റ ലൈനിൽ തന്നെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ സീ ഷീപ്സ് സീസ്, ഓക്കെ, ഷീ സ്ലീപ്സ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അലിട്രേഷൻ. സെയിം സൗണ്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള വേർഡ്സിൽ റിപ്പീറ്റഡ് ആയി വരുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് അലിട്രേഷൻ. യെസ്, yes, you are saying all the answers. Human experience, peace and freedom. White dove പീസിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ റെട്രിക്കൽ ക്വസ്റ്റ്യൻ, അതും ശരി തന്നെയാണ് കേട്ടോ, റെട്രിക്കൽ ആണ് നമുക്ക് അറിയുന്ന. ഞാനിപ്പോൾ ഈ പറഞ്ഞതിന്റെ വേറൊരു ടേം ആണ് റെട്രിക്കൽ ക്വസ്റ്റ്യൻ, വിച്ച് മീൻസ് നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്പീച്ചുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അതങ്ങനെയല്ലേ? ബട്ട് അത് ദാറ്റ് റെൻഡേഴ്സ് സംതിങ് പവർഫുൾ. കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആക്കാൻ, ആ സ്പീച്ച് കുറച്ചുകൂടി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഓൾ ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ പോസിബിൾ. അപ്പം ഇത് തന്നെ വരും എന്നല്ല നമ്മൾ പറയുന്നത്. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പോയം, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയം ഒരു ചെറിയ സ്റ്റാൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഓൾസോ ക്യാരീസ് 5 മാർക്സ്. 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് വേറൊരു പോയം തന്നെയാണ്. Read the following lines written in early spring and write an appreciation focusing on the theme, imagery and poetic devices. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പോയംസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ അപ്രിസിയേഷന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വേണം വരാൻ. ഓക്കെ, അപ്പം അപ്രിസിയേഷൻ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇത്ര ഭാഗത്തിന്റെ അപ്രിസിയേഷൻ എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒരു പോയത്തിന്റെ പേര് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ജസ്റ്റ് കം അപ്പ് വിത്ത് ദി ഓഥറിനെ പറ്റി പറയുക. ദെൻ നെക്സ്റ്റ് കംസ് ദി തീം. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കാവുന്നത് തീമാണ്. ആ ഒരു ചാപ്റ്ററിന്റെ തീം എന്താണ്, മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്. അതായത് ഇതിനകത്ത് പറയുന്നത് നേച്ചറിലേക്ക് പോയിരിക്കുമ്പോൾ നേച്ചർ ഇസ് ഏബിൾ ടു ക്യൂർ എവറിത്തിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് പറയാ. ദെൻ കംസ് ഇൻ നെക്സ്റ്റ് സ്റ്റാൻസ് അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പം യു ക്യാൻ ഡിസ്ക്രൈബ് വാട്ട് ഓൾ തിങ്സ് ആർ മെൻഷൻഡ് ഇൻ ദിസ് സ്റ്റാൻസ. ഇതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് എഴുതി ഫലിപ്പിക്കുക. അതിനുശേഷം ഇതിലും വരുന്ന മേജർ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്, അലിട്രേഷൻസ് ഉണ്ടാവാം, സിമിലീസ് ഉണ്ടാവാം, മെറ്റഫേഴ്സ് ഉണ്ടാവാം, ഓക്സിമറോൺസ്, ഹൈപ്പർബോൾ, എനിത്തിങ്. ഓക്കെ, അതല്ലെങ്കിൽ വിഷ്വൽ ഇമേജറീസ്, ഓഡിറ്ററി ഇമേജസ്, ടാക്ടൈൽ ഇമേജസ്, എന്താണോ ഉള്ളത് അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ കംസ് നിങ്ങളുടെ ഒരു അഭിപ്രായം. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ പോയം? ആ ഒരു പോയത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി ഉള്ളത് നിങ്ങൾക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇന്നതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് കൺക്ലൂഡ് ദിസ് വൺ. ഓക്കെ, യെസ്, ഇറ്റ് denotes the beauty of nature. ഓൾറൈറ്റ്, അപ്പോൾ ആ കാര്യങ്ങൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എന്താണ് അപ്രിസിയേഷനിൽ കൊണ്ടുപോയിട്ട് മാത്രമല്ല നിങ്ങൾ എപ്പോൾ എഴുതുമ്പോഴും നല്ല ഭംഗിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നീറ്റ് റൈറ്റിംഗ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല മാർജിനോടൊക്കെ ചേർന്ന് നല്ല ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് പാരഗ്രാഫ്സ് ഒക്കെ തിരിക്കുമ്പോഴേക്കും വളരെ കെയർഫുള്ളായിട്ട് നല്ല രീതിക്ക് പാരഗ്രാഫ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും നിങ്ങളുടെ റൈറ്റിംഗ്സ് ഒക്കെ വരുമ്പോഴേക്കും. ഓക്കെ, അപ്പം അതും നിങ്ങൾക്ക് മാർക്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. All right, now we are just going for another part.
ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് ആൻ അൺനോൺ പാസേജ് ഫോർ, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പാസേജ് ഒന്നും അല്ല. ഓക്കെ, നമുക്ക് അത്ര പരിചയമൊന്നും ഇല്ലാത്ത, നമ്മൾ അധികം കേൾക്കാത്ത ഒരു പാസേജാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് അതിനെ ബേസ് ചെയ്തൊരു 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ആൻസർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യണം, ആദ്യം നിങ്ങൾ ഈ ഒരു പാസേജ് വായിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അധികം സമയമൊന്നും ഈ 1 മാർക്ക് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് കളയരുത്. ഓക്കെ, അങ്ങനെ അവിടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കോഴ്സസ് എഴുതാൻ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് മാർക്കിൻ്റെ ഡിസ്കോഴ്സസ് 10, 30, 40 അടുത്ത് നമുക്ക് ഡിസ്കോഴ്സസിൻ്റെ മാർക്സ് വരാനുണ്ട്. അതുപോലെ ഗ്രാമർ പാട്ടും വരാനുണ്ട്. ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, ടൈം ഇല്ലാണ്ടായി പോകും. അപ്പോൾ നിങ്ങൾ യു ജസ്റ്റ് ഹാവ് ടു റഷ്. അപ്പോൾ എന്ത് സംഭവിക്കും, റഷ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വാട്ട് യു ഹാവ് ടു ഡു, ഇവിടെയൊക്കെ നിങ്ങൾ പരമാവധി പറ്റുന്ന സമയം കുറച്ച്, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ആൻസേഴ്സ് ആണ്, അവിടെ എന്ത് ചെയ്യണം, അധികം സമയം എടുക്കാണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, പെട്ടെന്ന് കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇവിടെ വായിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സംഭവങ്ങളെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. I am a book and I'm writing my autobiography to tell people about my presence and significance, which is getting lost due to the latest technologies. I was a very useful invention. I wasn't just a collection of random papers. I was a collection of papers that were similar in symmetry to me. The paper contained written words and illustrations which were used to portray thoughts and feelings. I was the only way through which people used to communicate with their relatives and friends living far away from them. As a book, I was a very useful tool to store information. People used to stack me in large numbers in a place called the library. I used to educate people. I was the one who educated people about their history. What's more is that people used to write on me some important information which could be used for potential invention. My greatest friend was the quill and used to spill the ink over me with such precision that it felt like a lover loving his love. നല്ല രസമുണ്ട് താഴത്തെ ലൈനിലേക്ക് എത്തുമ്പോഴേക്കും അല്ലേ, lover loving his life. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാനല്ല, നമ്മൾ വായിക്കുന്നതിൻ്റെ കൂടുതൽ അതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഉണ്ട് ഹൂസ് ഓട്ടോബയോഗ്രഫി ഇസ് പോർട്രേഡ് ഹിയർ. ഓക്കെ, സോ അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് an autobiography by a book. ആദ്യത്തെ ലൈനിൽ തന്നെ ഉണ്ട് I am a book. ഓക്കെ, ഐ ആണ് യൂസ് ചെയ്തത്. സോ എ ബുക്ക് ഇസ് സ്പീക്കിംഗ് ടു അസ്. ഒരു ബുക്കാണ് നമ്മളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ അടുത്തത് എന്താ സംഭവിക്കുന്നത്, വൈ അക്കോർഡിംഗ് ടു ദ പാസേജ് ബുക്സ് ലോസ് ദെയർ സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രസൻസ്. എന്തുകൊണ്ടാണ് ബുക്സ് അവരുടെ സിഗ്നിഫിക്കൻസ്, അവരുടെ ആ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ഇല്ലാണ്ട് പോകുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻ്റർവെൻഷൻ ഓഫ് ടെക്നോളജീസ്. ടെക്നോളജി അധികം യൂസ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ രീതിക്ക് ബുക്സ് അധികം വരാത്തത്. വാട്ട് വർ ദ കണ്ടന്റ്സ് ഓഫ് ദ പേപ്പേഴ്സ് ഇൻ എ ബുക്ക്? എന്തൊക്കെയായിരുന്നു ആ ഒരു പേപ്പേഴ്സ്, അല്ലെങ്കിൽ പേപ്പേഴ്സിൻ്റെ കണ്ടന്റ്സ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ബുക്ക് യൂസ് ചെയ്തിട്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? വാട്ട് ഓൾ തിങ്സ് വർ ഡൺ ബൈ ദം. അവരെന്തൊക്കെ ചെയ്തിരുന്നു? ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് അവർ നടത്തിയിരുന്നു. അവരുടെ തോട്ട്സ്, അതിൻ്റെ ആൻസർ ഇസ് ഹിയർ. Illustrations which are used to portray thoughts, feelings, etc. And they'll communicate with people. They used to store information. ഇതൊക്കെ തന്നെ അവർ ഈ ബുക്സ് വെച്ചിട്ട് ചെയ്യുമായിരുന്നു. And how were books useful to mankind? അത് തന്നെ ആൻസർ ദാ. They used to express their feelings, thoughts, informations ഷെയർ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു they used books. Okay, then why did the quill become the greatest friend of a book? എന്തുകൊണ്ടാണ് ക്വിൽ? എന്താ ക്വിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫെദർ. നമ്മൾ പഴയ ബുക്സിലൊക്കെ അല്ലെങ്കിൽ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ക്വിൽ. മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് വാസ് എ ക്വിൽ. ഐ യൂസ് ടു സ്പിൽ ദി ഇങ്ക് ഓവർ മീ വിത്ത് സച്ച് പ്രിസിഷൻ ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ലവർ. അപ്പോൾ അതാ എന്തുകൊണ്ടായിരുന്നു ആ ക്വിൽ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാരണം? ബിക്കോസ് ഇറ്റ് യൂസ് ടു സ്പിൽ ദി ഇങ്ക് ഓവർ ദി ബുക്ക് ആൻഡ് വിത്ത് പ്രിസിഷൻ. നല്ല അടിപൊളിയായിട്ട് ഇങ്ക് അതിൽ വരുത്തിയിരുന്നു. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ലവർ ലവിങ് ഹിസ് ലവ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ബന്ധമായിരുന്നു, ഒരു ലവർ കൈൻഡ് ഓഫ് ഒരു ലവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മുടെ ക്വില്ലും അതുപോലെ തന്നെ ആരും തമ്മിലുണ്ടായിരുന്നത്, നമ്മുടെ ബുക്കും തമ്മിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ആൻസർ. ഹലോ, ഹായ് എവ്രി വൺ, ഹായ് ആർ കെ ബോൾസ് ബ്ലോഗ്സ്, അദ്നാൻ, മിത്ര, ഹായ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം സമയം നിങ്ങൾ ചിലവഴിക്കരുത്.
ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ഷാൽ വി ഗോ ഓൺ ഫോർ ദി നെക്സ്റ്റ് വൺ? അടുത്തതിലേക്ക് പോയാൽ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഡിസ്കോഴ്സ് പാർട്ട്. ഡിസ്കോഴ്സ് പാർട്ടാണ് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഡിസ്കോഴ്സ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 7 സ്കോർ. അപ്പോൾ എപ്പോഴും പറ്റാറുള്ള ഒരു അബദ്ധമാണ്, ഞാൻ ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാറുള്ളതാണ്, ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ എനി വൺ, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാം. what you will do is, നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾ പൊതുവെ ചെയ്യുക, ഇത് രണ്ടും ആൻസർ ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതും ആൻസർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഒരെണ്ണത്തിന് നിങ്ങൾ വളരെ ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജിൽ നിർത്തും. അതുപോലെ തന്നെ ഇപ്പുറത്തതിലും കൊണ്ടിട്ട് 1.5 പേജ്. അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ, 2 മാർക്ക് കിട്ടുന്നത്? നെവർ. നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യുന്നതിന് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി ഒരു ക്രോസ് ലൈൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് വായിച്ച് നോക്കുക, അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ റൈറ്റ്, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ദെൻ കംസ്, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. The boy in the story Adventures of a Banyan Tree is a true lover of nature. Narrate some of the experiences the boy got from nature in your own words. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നറേഷൻ ആണ് ഇൻ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടേതായ വേർഡ്സ്. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന അതേ ഫോമാറ്റിൽ പോകാനല്ല, നിങ്ങളുടേതായ വേർഡ്സിൽ അത് കൊടുക്കുക, നറേറ്റ് ചെയ്യുക, കാര്യങ്ങൾ നറേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം യു ആർ നറേറ്റിംഗ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്, അതിൽ കുറേയധികം ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. ആ ഹിൻസ് യൂസ് ചെയ്തിട്ട് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞതിനെ ആരുടെ സ്റ്റോറിയാണ് എന്നൊക്കെ തുടങ്ങി അതിനെ പല പല പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ ഒരു ആൻസർ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു 3-4 പേജ് അങ്ങോട്ട് നിറച്ച് എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് പാരഗ്രാഫ് ഡിവിഷൻസ് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് എന്താ, എക്സ്പീരിയൻസസ് ബോയ് ഗോട്ട് ഫ്രം നേച്ചർ. നേച്ചറിൽ നിന്ന് ബോയ്ക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, അത് എന്തൊക്കെ ഉണ്ടാവും? ഹിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദാറ്റ് റാബിറ്റ്സ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്ക്വിറൽസുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ റാബിറ്റ്സും സ്ക്വിറൽസുമായിട്ട് അവൻ കാണാനിടയായത്. ദെൻ ദി ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദ സ്നേക്ക്, ഇതൊക്കെ നേച്ചറിൽ നിന്ന് അവന് കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സിലാക്കിയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പാരഗ്രാഫ് ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ essays. All right, so now shall we go for the next one? The story, The Snake and the Mirror, narrates a frightening incident in a humorous way. Prepare a write-up on the use of contrast in the story to bring out humor. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ സ്റ്റോറി നമ്മൾക്ക് അറിയുന്ന സ്റ്റോറിയാണ് ബഷീറിൻ്റെ സ്നേക്ക് ആൻഡ് ദ മിറർ. ആ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റിനെ വളരെ ഹ്യൂമറസ്, വളരെ തമാശ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഒരാളുടെ വീട്ടിലൊരു പാമ്പ് കയറി, അയാൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അപ്പോഴേക്കും ഓടിപ്പോയ ആളുടെ വീട്ടിൽ കള്ളന്മാർ കയറുന്നു. ആ ഒരു രീതിക്കാണ് ഭയങ്കര തമാശ രൂപേണയാണ് ആ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് യു ജസ്റ്റ് ഹാവ് ടു മേക്ക് എ റൈറ്റപ്പ്, ഒരു റൈറ്റപ്പ് ഉണ്ടാക്കണം. എന്തിനെ ബേസ് ചെയ്തിട്ട്? ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രാസ്റ്റ് ആൻഡ് ദ സ്റ്റോറി ടു ബ്രിങ് ഔട്ട് ഹ്യൂമർ. അതായത് സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന കോൺട്രാസ്റ്റുകൾ, അതായത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഒരു കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ്, 2 ഓപ്പോസിറ്റ്സിനെ സ്റ്റേറ്റ് ചെയ്തിട്ട് ആണ് ഈ ഒരു സ്റ്റോറി ഒരു എസൻസ് ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഹി ലിവ്സ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം. He earns very less, wants to be a successful doctor. അപ്പോൾ ഇയാളൊരു ഡോക്ടറാണ്, അതൊന്നാമത്തെ കാര്യം. ഡോക്ടറായിട്ട് പോലും ഹി ഈസ് സ്റ്റിൽ ലിവിങ് ഇൻ എ റെന്റഡ് കോട്ടേജ്, അവിടെ ഇലക്ട്രിസിറ്റി പോലുമില്ല. അപ്പോൾ തന്നെ ഒരു കോൺട്രാസ്റ്റ് വന്നു. ഓക്കെ, ആൻഡ് ഇയാൾ ജീവിക്കുന്നത് വളരെ പൂറായിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അയാൾക്ക് എന്നിട്ട് എന്താ അവിടെ വേണ്ടത്? ഹി ജസ്റ്റ് വാണ്ടഡ് എ ലേഡി ഹു ഈസ് വെരി റിച്ച്. അപ്പോൾ അപ്പോഴും വീണ്ടും കോൺട്രാസ്റ്റ് വന്നു, അല്ലേ? അയാൾ വളരെ പുവറാണ് ആൻഡ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ വെരി റിച്ച് ലേഡി. അപ്പം ഇങ്ങനത്തെ കോൺട്രാസ്റ്റുകൾ എത്രത്തോളം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാരീസ് എ തിൻ വുമൻ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാറ്റ് ലേഡീനെ കല്യാണം കഴിക്കണം എന്നാണ്. ബട്ട് ഹി ഗെറ്റ്സ് എ തിൻ വുമൻ, അങ്ങനെയാണ് പറയുന്നത്. ടേക്സ് പ്രൈഡ് ഇൻ ഹിസ് ലുക്സ്. ഹി ഈസ് റിയലി പ്രൈഡ്. ഹി ജസ്റ്റ് ഹാവ് ബീങ് പ്രൗഡ് അബൌട്ട് ഹിസ് ഗുഡ് ലുക്സ്. ഞാൻ കാണാൻ ഭയങ്കര സുന്ദരനാണെന്ന് പറയാണ്. ആൻഡ് ഹി ടേൺസ് ടു എ സ്റ്റോൺ വെൻ ദ സ്നേക്ക് കോയിൽസ് അറൗണ്ട്. അപ്പോൾ ഭയങ്കര സുന്ദരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാൾ തൻ്റെ കയ്യിലേക്ക് ഒരു പാമ്പ് കയറി വരുമ്പോഴേക്കും ഹി ടേൺസ് ടു ഇൻടു എ എന്താണ് സ്റ്റോൺ, ഒരു സ്റ്റോൺ ആയിട്ട് മാറാന്നാണ് പറയുന്നത്. അപ്പോഴേക്കും തന്നെ മനസ്സിലായി ഭയങ്കര ഭംഗിയുള്ള ഒരെണ്ണം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നത് ഒരു സ്റ്റോൺ പോലെയായി പോവുക. അപ്പം ബ്യൂട്ടി പിന്നെ ബ്യൂട്ടി ഇല്ലാത്തൊരവസ്ഥ. ഇത്തരത്തിലുള്ള കോൺട്രാസ്റ്റുകൾ ഒരുപാട് നമ്മുടെ ഈ ഒരു പോയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിൽ
വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ദ മാർക്സ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ ഇവിടെ എഴുതി വെച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് മാർക്സ് മുഴുവൻ കിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അപ്പോൺ ദ യൂസ് ഓഫ് കോൺട്രാസ്റ്റ് ആൻഡ് ദ സ്റ്റോറി ടു ബ്രിങ് ഔട്ട് ഹ്യൂമർ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന് വേണ്ട രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അടുത്ത നെക്സ്റ്റ് ഒരു ഡിസ്കസ് പാർട്ടാണ്. ദിസ് ക്യാരീസ് 5 മാർക്സ്. 2 5 മാർക്സ് ആണ്. ഇവിടെയും നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 2 മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ദി എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഡിഫോറസ്റ്റേഷൻ. And as a secretary of the club, prepare a notice to invite the students and parents to the seminar. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്കോ ക്ലബ്ബ് എൻ്റെ ഭാഗമായിട്ട് ഒരു ഡിഫോറസ്റ്റേഷനെ, വനനശീകരണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെമിനാർ നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടീസിന് സ്കൂളിൻ്റെ ടൈറ്റിൽ വേണം, ദെൻ നോട്ടീസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വേണം, ഡേറ്റ് ഷുഡ് ബി ഗിവൻ, ദെൻ ഡിയർ ഫ്രണ്ട്സ്, മാന്യരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ദെൻ നെക്സ്റ്റ് കംസ് നമ്മുടെ ആ ഒരു കോണ്ടന്റ് പാർട്ട്. എന്താണ്, എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടി നടത്തുന്നത്. വി ആർ പ്ലാനിങ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ഡിഫോറസ്റ്റേഷൻ ഓൺ 26 September 2023 in our school auditorium, and the chief guest will be in so and so, or the classes will be delivered by so and so, and all of you are invited എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഇത് കൊടുക്കാൻ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡിലേക്ക് എത്തുമ്പോഴേക്കും ഇതാരാണ് ഈ നോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആസ് എ സെക്രട്ടറി ഓഫ് ദി ക്ലബ്, നിങ്ങൾ സെക്രട്ടറി ആയിട്ടാണ് കരുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ബൈ ദി എൻഡ് ഓഫ് ദി നോട്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെക്രട്ടറി ഓഫ് ദി ക്ലബ്, സെക്രട്ടറി എക്കോ ക്ലബ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് പ്ലീസ് ഡു നോട്ട് ദിസ് തിങ്. നിങ്ങൾ എപ്പം നോട്ടീസ് എഴുതുവാണെങ്കിലും എവറിത്തിങ് ഷുഡ് ബി നിയർ ടു ദിസ് മാർജിൻ. ഈ മാർജിൻ്റെ തൊട്ടടുത്തേക്ക് വരണം. ഇവിടെയാണ് ടൈറ്റിൽസ് വരിക. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ ഇവിടെ വരണം, സ്കൂളിൻ്റെ പേര് ഇവിടെ വരണം, നോട്ടീസ് എന്ന് പറയുന്ന ടൈറ്റിൽ ഷുഡ് ബി ദർ, ഡേറ്റ് ഷുഡ് ബി ദർ. ബാക്കിയുള്ള സെക്രട്ടറി അല്ലെങ്കിൽ എക്കോ ക്ലബ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് കംസ്, after the successful completion of shooting at Boral, a journalist gets a chance to interview Satyajit Ray. Prepare 5 questions that the journalist might ask him. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റ് നമ്മുടെ സത്യജിത് റേനെ ഈ ഷൂട്ടിങ്ങിനൊക്കെ ശേഷം കാണാനിടയാവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കാൻ സാധ്യതയുള്ള 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വെനെവർ യു ആർ പ്രിപ്പയറിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അത് എപ്പോഴും ഓപ്പൺ എൻഡഡ് ആയിരിക്കണം. ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് ചോദിച്ചിട്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ ഉത്തരം പറഞ്ഞു നിർത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ചോദിക്കരുത്. ഇറ്റ് ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. ദെൻ അദ്ദേഹവുമായിട്ട് നമ്മൾ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ മെയിൻലി ചോദിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളുടെ ആൻസേഴ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാപ്റ്ററായിട്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഷൂട്ടിങ്ങിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ചാൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി അപ്പോൾ ആ ചോദ്യങ്ങളിൽ എന്തൊക്കെ വരാം, നിങ്ങളുടെ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ് ഫോർ അതർ ഷൂട്ടിങ്സ്, ഇനിയും നിങ്ങൾ ആനിമൽസിനെ വെച്ചിട്ട് പ്ലാൻസ് ചെയ്യുന്നുണ്ടോ ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം. നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് വേണം എന്ത് ചെയ്യാൻ, കൂടുതലായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. Okay, then comes the boy in the story Adventures in a Banyan Tree was quite thrilled to get a small squirrel as his friend. He jots down his feelings in his diary. Prepare the likely diary entry. അപ്പോൾ രണ്ടാമത്തത് അടുത്ത ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഡയറി എൻട്രി ആണ്. ആസ് എ സിമ്പിൾ വൺ. അതിൻ്റെ ഫോമാറ്റ് അധികം ഓർത്തിരിക്കാനൊന്നുമില്ല. എന്ത് ചെയ്യണം, ആദ്യമേ നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം, ഏത് ഡേ ആണ് നിങ്ങൾ എഴുതുന്നത്, അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം, അറ്റ് വാട്ട് ടൈം യു ആർ റൈറ്റിംഗ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ വേണം ഡയറി എഴുതാൻ. അതായത് നിങ്ങളായിരിക്കണം ആ ആൾ. ഇവിടെ നമ്മുടെ ബോയ് ആണ് ഡയറി എഴുതുന്നതെങ്കിൽ നിങ്ങളാണ് ഇപ്പോൾ ആ ബോയ് എന്ന് സങ്കല്പിച്ചിട്ടുകൊണ്ട് വേണം നിങ്ങളുടെ ഡയറി എൻട്രീസ് പോവാൻ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് കംസ്, അതുപോലെ തന്നെ കുറച്ച് മാർക്ക് ക്യാരി ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 6 മാർക്സ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ദി ഹോമിയോപാത്ത് ഇൻ ദി സ്റ്റോറി ദി സ്നേക്ക് ആൻഡ് ദ മിറർ ഇസ് എ ഹ്യൂമറസ് ക്യാരക്ടർ. പ്രിപ്പയർ ഹിസ് ക്യാരക്ടർ സ്കെച്ച്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്യാരക്ടർ സ്കെച്ച്.
ഓക്കെ, അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് പല പല ഇൻസ്റ്റൻസസ് എടുത്തിട്ട് വേണം നിങ്ങൾ ആ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് ബിൽഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം അദ്ദേഹം ഹ്യൂമറസ് ആണെന്നുള്ളത് തെളിയിക്കാം. ഹി ഈസ് വെരി ആംബീഷ്യസ്, വലിയൊരു ഭാര്യ, ഐ മീൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ മെയിൻലി അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് പറയുകയാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾ ആ പറയുന്ന സംഭവങ്ങൾ ആ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. അപ്പോൾ അയാൾ ഇനിയൊരു അംബീഷ്യസ് ആണ്, ഭയങ്കര ആഗ്രഹങ്ങളുള്ളതാണ്, ഓവർ അംബീഷ്യസ് ആണ് എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റൻസ് പ്രൂവ് ചെയ്യണം. ഏതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഇൻസ്റ്റൻസ് തന്നെ ഉപയോഗിക്കാം. അയാൾ ഒരു ഡോക്ടറാണ്, ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ വെരി റിച്ച് ഫാറ്റ് വൈഫ്. ഓക്കെ, അപ്പോൾ അംബീഷ്യസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് സൂചിപ്പിക്കാം അവിടെ. ആൻഡ് ഹി ഈസ് എൻ അഡ്മയറർ ഓഫ് ബ്യൂട്ടി, അത് നിങ്ങൾക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഹി ഈസ് ലുക്കിംഗ് അറ്റ് ഹിസ് മിറർ, അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വി ക്യാൻ ജസ്റ്റ് സേ അതൊരു ഇൻസ്റ്റൻസ് ആയിട്ട് കൊടുക്കാം. ഹി ഈസ് എൻ വെരി ഗുഡ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും ഓരോന്നിൻ്റെതും ഇൻസ്റ്റൻസസ്, ഓരോ എക്സാമ്പിൾസും കൂടെ അവിടെ സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, then next comes ഈ പറഞ്ഞതും നിങ്ങൾക്ക് പാരഗ്രാഫ്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്. Then no one can beat Hollywood when it comes to making films with animals in them. And in the light of your reading of Satyajit Ray's memoir Project Tiger, write a paragraph on the way Hollywood treated animal actors. അപ്പോൾ this is entirely based on Project Tiger. Project Tigerൻ്റെ തുടക്കത്തിൽ ഒരു 2-3 പേജസിലോളം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഹോളിവുഡ് ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്തിരുന്നത്, അവനെ ഒരു നായക്ക് കിട്ടിയ ഒരു ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ ക്രോസിനെ വെച്ചിട്ട് സിനിമ എടുത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സത്യജിത് റേയുടെ പ്രോജക്റ്റ് ടൈഗറിൻ്റെ ബിഗിനിങ്ങിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, then next comes, after getting down from the tree, the boy in the story Adventures of Banyan Tree runs to his grandfather to tell him about the thrilling fight between the cobra and the mongoose. Prepare a possible conversation between them. 6 exchanges ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബോയ് എന്നിട്ട് നല്ല അടിപൊളി ഒരു ഫൈറ്റ് ഒക്കെ കണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് അത് ചെന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കും, അതൊരു കോൺവെർസേഷൻ രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പം യു ജസ്റ്റ് ഹാവ് ടു, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ വേറെ എന്തെങ്കിലും കാര്യത്തെ പറ്റി ആയിരിക്കില്ല സംസാരിക്കുക. ബോയ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഹിസ് എക്സൈറ്റിംഗ് ആ ഒരു കണ്ട ഒരു വ്യൂ, ആ സ്നേക്കും സ്ക്വിറലും മംഗൂസും കൂടെ നടത്തുന്ന ആ ഫൈറ്റിനെ പറ്റിയിട്ടായിരിക്കും ബോയ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഹിൽ ബി ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കര ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. എത്ര വലിയൊരു യുദ്ധമായിരുന്നു. ചിലപ്പം ഹി ഓൾറെഡി ന്യൂ ദാറ്റ് മംഗൂസ് ആർ ദർ. ചിലപ്പോൾ അദ്ദേഹം വളരെ വലിയ സീരിയസ് ഒന്നും ആക്കാണ്ട് ഇത്രയൊക്കെ ഉള്ളോ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അപ് ടു യു. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് കംസ് when the homeopath come back from his friend's house, he found that all his belongings were stolen. He decided to write a letter of complaint to the inspector of police, draft the likely debtor. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഹോമിയോപാത്തിൻ്റെ വീട്ടിൽ ആരോ കള്ളന്മാർ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ദ പോലീസ് ഓഫീസർ. ഓക്കെ, അപ്പം ലെറ്റർ ഓഫ് കംപ്ലൈൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിന് നമുക്ക് എന്തൊക്കെ വേണം? ഇറ്റ്സ് എൻ ഒബ്വിയസ് തിങ് ദാറ്റ് വി ഹാവ് ടു ഫോളോ. To should be there, ആർക്കാണ് അയക്കുന്നത് എന്നുള്ളത് വേണം. Then next comes date, then comes from address കൊടുക്കുക. Then നമുക്കിവിടെ salutation കൊടുക്കുക. Then comes subject, എന്താണ് letter of complaint. Then comes our content part, നമുക്ക് ആവശ്യമുള്ള sir my house is robbed എന്ന് പറഞ്ഞിട്ട് you can just give, and then finally yours sincerely or faithfully എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഒപ്പം. അപ്പോൾ എവറിത്തിങ് ഷുഡ് ബി നിയർ ടു ദിസ് മാർജിൻ. ഈ മാർജിൻ്റെ സൈഡിലേക്ക് വേണം എവറിത്തിങ് ഷുഡ് ബി പ്ലേസ്ഡ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ലെറ്റർ ഓഫ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ്. നിങ്ങൾ എപ്പോഴും ഈ ഒരു ഫോമാറ്റ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി വെരി ഈസി. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, അടുത്തത് നമുക്ക് വരാനുള്ളത് ഒരു പ്രൊഫൈലാണ്. നമുക്ക് ഏത് പ്രൊഫൈൽ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം മജീദിയുടെ ഒരു പ്രൊഫൈലിൻ്റെ കുറച്ച് ഹിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് ജോയിൻ യൂസ് ചെയ്ത് ലിങ്കേഴ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൺവേർട്ട് ചെയ്യുക, ഒന്ന് കൂട്ടി യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ എഴുതുമ്പോഴും അതും ഈസിയാണ് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, ഓൾറെഡി നിങ്ങൾക്ക് ആൻസേഴ്സ് ഇവിടെ ഉണ്ട്, അതിനെ ഒന്ന് ജസ്റ്റ് സെൻറ്റൻസസ് ആക്കി മേക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ.
ആദ്യം കൊണ്ടുപോയി ഡെത്ത് അല്ലെങ്കിൽ അവാർഡ്സ് നമ്മൾ എഴുതില്ല. ഡെഫിനറ്റ്ലി ആദ്യം വരേണ്ടത് ബർത്തിനെ പറ്റിയിട്ടാണ്. ദെൻ കംസ് നാഷണാലിറ്റി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്, ദെൻ മേജർ വർക്ക്സ് ആൻഡ് ദെൻ അവാർഡ്സ്. അപ്പോൾ ഈ പറഞ്ഞൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അതിന് യൂസ് ചെയ്യുന്ന ലിങ്കേഴ്സ് ഇറ്റ് ഷുഡ് ഓൾസോ ബി കറക്റ്റ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽസ് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഹെഡിങ് നിങ്ങളിപ്പോൾ ആരെ പറ്റിയാണോ എഴുതുന്നത്, ഇപ്പോൾ മജീദ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പേര് അവിടെ ടൈറ്റിലായിട്ട് കൊടുക്കാനും ഒരിക്കലും മറന്നു പോകരുത്. Alright, so that's it for a profile. Then next comes, ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണാറുള്ള ഒരു കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ടാവും. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ സംഭവങ്ങൾ വായിച്ചിട്ട് ഇതിനെ ആൻസർ ചെയ്യാം. ഇതിന് നിങ്ങൾ അധികം ടൈം യൂട്ടിലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, റെയിൽവേസ് ടു റീസ്റ്റോർ ഫെയർ കട്ട് ടു എൽഡർലി, monkey pox a pandemic declares WHO. Neeraj Chopra wins silver in World Athletics Championship. No more lives should be lost on campus, says High Court. Car makers announce price hike. Sri Lankan crisis deepens, worried India to formulate steps. Okay, അപ്പോൾ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. നോക്കി നോക്കാം, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, വിച്ച് ഹെഡ്ലൈൻ വിൽ അപ്പീൽ ടു യു? നിങ്ങൾ സ്പോർട്സിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ ഏത് ടൈറ്റിലായിരിക്കും? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നീരജ് ചോപ്ര വിൻസ് World Athletics Championship. The next comes, a student of international relationships may be interested in, എന്താണ്? Definitely this, അല്ലേ? Sri Lankan crisis deepens, worried India to formulate steps. The next comes, the headline that may set alarm brings ringing among healthcare workers. Healthcare workers ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് monkey pox pandemic. The next comes, which headline may bring cheer to senior citizens. Senior citizensനെ പറ്റിയിട്ട് റിമൈൻഡ് ചെയ്യുന്നത് railways to restore fair cut to elderly. Then the headline that talks against campus violence, no more lives should be lost on campus, says High Court. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ഒരു ആൻസർ ദി ഫോളോയിങ്. ഇതിൽ നമ്മുടെ ഗ്രാമർ പാർട്ടാണ്. നമ്മളെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് പോകാറുള്ള ഒരു ഗ്രാമർ പാർട്ടാണ് ദിസ് വൺ. ഒന്നാമത്തത്, read the following conversation and complete the sentences given below. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. This is reported speech. ഇത് reported speechലെ sentences ആണ്, അല്ലേ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ല റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തത് ദാ, how Torat, how can I help you sir? അപ്പം ഒന്നാമത്തത് ദിസ് ഇസ് WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള റിപ്പോർട്ടിംഗ് വേർഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. തൊറാത്ത് ആസ്ക്ഡ് ഹൗ, ഇനി ഈ ക്യാൻ കൺവേർട്ട് ആയിട്ട് കുഡായിട്ട് മാറും. ഹൗ കുഡ്, how can I help you? How could he help? ഓക്കെ, അപ്പം ക്യാന് കുഡായിട്ട് മാറി ആൻഡ് ദെൻ ഹീ ആയിട്ട് മാറി. ദെൻ അത്തരത്തിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഹൗ കുഡ് ഹി ഹെൽപ്പ് ഹിം, അതല്ലെങ്കിൽ ഹൗ കുഡ് he help him. Okay, so this is the answer. All right, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് വേർഡ് എന്ന് പറയുന്നത് ഹൗ തന്നെയാണ്. ഇനി നെക്സ്റ്റ് കംസ് റേ, he is answering I need a tiger from my upcoming film. അപ്പോൾ ഇത് ഏത് സെന്റൻസിലാണ്? this is in V1 form, പ്രസന്റിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. we just have to convert that to past. Okay, so അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? Ray said Ray replied that he needed a tiger for his upcoming film. Okay, he needed a tiger that he needed a tiger for his upcoming film. ഓക്കെ, അപ്പോൾ ഇത് V1 ഫോമിലാണ്, അതിനെ നമ്മൾ V2ലേക്ക് കൺവേർട്ട് ചെയ്തു. സിമ്പിൾ ആണ്, കാരണം അതാ ഈ നീഡ് എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നീഡഡിലേക്ക് കൊണ്ടുപോയി. ഇറ്റ്സ് സിമ്പിൾ, അത് കൂടുതലായിട്ട് ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, ഇവിടെ നോക്കിയേ എറേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ റിയലൈസ് ഹൗ റിവറൻ്റ്ലി ദീസ് ആനിമൽ ആക്ടേഴ്സ് വേർ ട്രീറ്റിംഗ് എന്നുള്ളതിന് പകരം ട്രീറ്റഡ്. ഓക്കെ, when I happened to see the shooting,
Okay, then next comes of a film 20 years ago in Disney studio in Hollywood. The main character in this film was a large dog. അപ്പോൾ characters എന്നാണ് കൊടുത്തിട്ടുള്ളത്. So it is just a character. ഒരു character ഉണ്ടായിരുന്നുള്ളൂ. Okay, I reached the studio dash to find out that the shooting hadn't started to. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാസേജ് എഡിറ്റിങ്സ് കൊടുക്കേണ്ടത്. നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രേസൽ വെർബ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ ഇവിടെ ടേൺ അപ്പ് ഉണ്ട്, പുട്ട് ഓൺ ഉണ്ട്, കം അക്രോസ് ഉണ്ട്, മേക്ക് ഔട്ട്, ഗിവ് അവേ. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ബിഫോർ ഐ കുഡ് ഡാഷ് എനിത്തിങ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ. സോ ഇറ്റ് ഈസ് മേക്ക് ഔട്ട്. ഓക്കെ, a strange thing happened. What was that strange thing? A dwarf dash from above, turned up. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് മുന്നിൽ വരിക എന്നുള്ളതിനാണ് we call it as turned up. പെട്ടെന്ന് ഷോ അപ്പ് ചെയ്യാം, മുന്നിൽ വരിക. ഓക്കെ, he had dash a hairy dog skin. അപ്പം he had എന്നുള്ളതിന് പകരം he had put on. പെട്ടെന്ന് ഒരു മനുഷ്യൻ ദേഹത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, wear എന്നുള്ള മീനിങ്. He had put on a hairy dog skin and I have dash such a scene in my life. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. കം അക്രോസ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒന്നുമായിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. ഓക്കെ, സോ കം അക്രോസ്. സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഈസ് ക്ലിയർ ഫോർ യു. നമ്മൾ ആ വരുന്ന മീനിങ്സിനനുസരിച്ച് വേണം നമ്മുടെ ഫ്രേസൽ വെർബ്സ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നൗ വി ഹാവ് വൺ മോർ സെക്ഷൻ ഓഫ് fill in the blanks. ഇവിടെ കുറച്ച് fill in the blanks കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രിപ്പോസിഷൻസ് ആണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കൊരു ചെറിയൊരു ഡയലോഗ് കംപ്ലീഷനും ഉണ്ട്. ഓക്കെ, when I had made a cautious descent dash the tree and returned to the house. അപ്പോൾ ഒന്നാമത്തത് it is from the tree, ട്രീയിൽ നിന്ന്. ഓക്കെ, and then I told grandfather dash the fight I had seen. Of the fight. അപ്പോൾ നമ്മൾ എന്താ ഫൈറ്റിനെ പറ്റി, ഏതോ അവൻ കണ്ട ആ ഫൈറ്റിനെ പറ്റി. He was pleased dash the mongoose. He was pleased that the mongoose had won and he had encouraged it dash live in the garden to live in the garden, to keep away the snakes, feeding it regularly dash scraps from the kitchen. With scraps from the kitchen. ഓക്കെ, അപ്പോൾ കിച്ചണിൽ നിന്ന് എടുക്കുന്ന സ്ക്രാപ്സ് വെച്ചിട്ട് കിച്ചണിൽ നിന്നുള്ള എടുക്കുന്ന. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിപ്പോസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന ഒരു ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോഴും അതുപോലെ തന്നെ അവിടെ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കോണ്ടെക്സ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് എ കോൺവെർസേഷൻ. അപ്പോൾ അലി യു ലോസ് മൈ ഷൂസ്. ഇപ്പുറത്തേക്ക് എന്തായിരിക്കും വരിക? ഡിഡ്ന്റ് യു, അല്ലേ? നീ എൻ്റെ ഷൂസ് കൊണ്ടേ കളഞ്ഞോ? ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടാഗാണ് വരുന്നത്, ഡിഡ്ന്റ് യു. Okay, then yes dear, but I'm sure I kept them at the vegetable shop and couldn't find them when I came out. So then Zara എന്തായിരിക്കും പറയാം? അതിന് നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ആൻസർ ആണ്. I don't know, but one thing for sure, I safely placed them in the small gap between the boxes. അപ്പം എന്തായിരിക്കും, what can be the question? എന്തായിരിക്കും സാറ ചോദിച്ചിട്ടുണ്ടാവുക? Where did they go? പിന്നെ നീ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ പോയി, അത് നിങ്ങൾ എവിടെ പോയി? Where did they go എന്നോ അല്ലെങ്കിൽ where is it now? Okay. Then അത് കഴിഞ്ഞു. Don't tell lies. I will definitely inform father about it. If you inform father, he will beat me. Okay. Or I will be in trouble. Or we will be in trouble. He doesn't have money to buy a new one. Then Zara, what can be her question? You had better. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നാണ്? What should I do tomorrow? നാളെ ഞാൻ എന്ത് ചെയ്യും? I do tomorrow. അപ്പം ഞാൻ നാളെ എന്തിട്ടുകൊണ്ട് സ്കൂളിൽ പോകും? You had better wear my shoes. എൻ്റെ ഷൂസ് ഇട്ടുകൊണ്ട് you can just go. അല്ലെങ്കിൽ you can wear my sneakers. Wear my shoes. Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കണ്ടോ നിങ്ങളുടെ ഒരൊറ്റ ആൻസർ പേപ്പർ എത്ര വേഗത്തിലാണ് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞതെന്ന്.
ഓക്കെ, അപ്പം കുറച്ചൊന്ന് ചിന്തിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ആൻസേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഡിസ്കോഴ്സസിലേക്ക് വരുമ്പോഴേക്കും ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗ്രാമർ പോർഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഗ്രാമർ പോർഷൻ തൊട്ട് മുന്നേ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ചെറിയൊരു ഭാഗം, നമ്മൾ പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ആൻസേഴ്സ് നോക്കി കണ്ടുപിടിച്ചെഴുതുന്ന ഫോമാറ്റുകൾ നമ്മൾ കണ്ടിട്ടില്ല. നേരത്തെ നമ്മൾ ഒരെണ്ണം കണ്ടിരുന്നു അല്ലേ? അപ്പം ഒരു കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ചിട്ടുള്ള ഫോമാറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ വേറൊരു ഫോമാറ്റ്, ഇപ്പം നിങ്ങൾക്ക് ഒരു നോട്ടീസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ നോട്ടീസിനകത്തുനിന്ന് ആൻസേഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കുക? ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. വെറും 5 മാർക്കിന് വരുന്നതാണ്. 5 questions will be given here. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കോണ്ടന്റിലേക്ക് പോകാൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് മനസ്സിൽ നോക്കി വെക്കുക. അപ്പോൾ ഇവിടെ വന്നത് ഹൂ ഈസ് ഓർഗനൈസിങ് ദി സെമിനാർ, ആരാണ് സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നെയിം ദി ടോപ്പിക് ഓഫ് ദി സെമിനാർ, സെമിനാറിന്റെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹു വിൽ ഇനാഗ്രേറ്റ് ദി പ്രോഗ്രാം, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. വെൻ ഡസ് ദി പ്രോഗ്രാം ടേക്ക് പ്ലേസ്, എപ്പോഴാണ്, വെൻ. Then how many people are presenting papers in the seminar? അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടന്റിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതിനെ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ വായിക്കുമ്പോഴേക്കും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് വായിച്ചു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. തുടക്കം മുതൽ നമ്മുടെ ഒരു നോട്ടീസിന്റെ ഫോമാറ്റും കൂടെ നിങ്ങൾക്ക് നിന്ന് കിട്ടുന്നുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിന്റെ പേരാണ് നമ്മൾ ഏറ്റവും മേലെ ടൈറ്റിലായിട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കംസ് ദി ടൈറ്റിൽ, നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ, സ്കൂളിന്റെ ടൈറ്റിൽ അല്ല. നെക്സ്റ്റ് വരുന്നത് എന്ത് പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്. വാട്ട് പ്രോഗ്രാം? സെമിനാർ ഓൺ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇവർ ഒരെണ്ണത്തിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നെയിം ദി ടോപ്പിക് ഓഫ് ദി സെമിനാർ. സെമിനാറിന്റെ ടോപ്പിക് ഇറ്റ് ഈസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസ് ഓൾറെഡി ഓവർ. ഇനി നെക്സ്റ്റ് കംസ് ഹൂ ഈസ് ഓർഗനൈസിംഗ് ദ സെമിനാർ എന്നുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ്, the social science club of a school has decided to conduct a seminar on the topic right to education. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി ഹൂ ഈസ് ഓർഗനൈസിംഗ് ദ സെമിനാർ. ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഇസ് സെറ്റിംഗ് അപ്പ്, ആരാണ് ഈ ഒരു സെമിനാർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ആൻസർ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദ സോഷ്യൽ സയൻസ് ക്ലബ്, SS ക്ലബ് ആണ് ആ ഒരു സെമിനാർ കൂടെ. അപ്പം ആദ്യത്തെ 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് ഇസ് ഓൾറെഡി ഓവർ, പെട്ടെന്ന് തീർന്നു. ഇനി നെക്സ്റ്റ് കംസ് ഹൂ വിൽ ഇനാഗ്രേറ്റ് ദ പ്രോഗ്രാം, ആരാണ് ഉദ്ഘാടനം ചെയ്യുക. നോക്കിയേ, Dr. Sudarshan, a famous social activist and thinker, has consented to inaugurate the function. വീണ്ടും കറക്റ്റായിട്ട് നിങ്ങൾ ആ സെന്റൻസ് വായിക്കുമ്പോഴേക്കും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ആൻസർ. ഒരു മാർക്ക് അവിടെ പിന്നെ കിട്ടി. ഡോക്ടർ സുദർശൻ ആൻഡ് ഹി, ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ, ഹൂ ഇസ് ഹി എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യണം. A famous social activist and thinker. He will be inaugurating the program. അപ്പോൾ ആ ഒരു ആൻസറും ഓക്കെ ആയി. When does the program take place? എപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത്? അപ്പം അത് ഒരു പക്ഷേ ഡേറ്റ് ആയിരിക്കാം അല്ലേ? അപ്പോൾ 15th 12th 2016 ആ ഒരു ഡേറ്റിലായിരിക്കും the program is to be performed. Then last one, how many people are presenting papers in a seminar? ആ ഒരു സെമിനാറിൽ എത്ര ആൾക്കാർ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും? അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ശ്രീ സുഭാഷ് തയ്യിൽ, ശ്രീമതി സ്മിത മിര റൈറ്റർ, ശ്രീ സുഭാഷ് തയ്യിൽ, ഡോക്ടർ ശ്രീകുമാർ, then and സുലോചന വിൽ പ്രസന്റ് ദെയർ പേപ്പേഴ്സ്. അപ്പോൾ ഇവരുടെ കൗണ്ട് എടുത്താൽ മതി. 1 മീര വന്നു, സുഭാഷ് തയ്യിൽ 2, ശ്രീകുമാർ ഇസ് ദർ ആൻഡ് ദെൻ സുലോചന. അപ്പോൾ 4 ആൾക്കാർ ദേ വിൽ ബി പ്രസന്റിങ് ദ പേപ്പേഴ്സ് ഹിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി. സോ ഇസ് ദിസ് ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 സെറ്റ് ഓഫ് ഒരു ഡിസ്കോഴ്സിൻ്റെ ആൻസറും കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൺ നമ്മുടെ ഈ ആൻസേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോട്ടീസിൻ്റെ ഫോമാറ്റ് ഇവിടെ വളരെ എവിഡൻ്റ് ആണ്. ടൈറ്റിൽ, സ്കൂളിൻ്റെ ടൈറ്റിൽ, നോട്ടീസിൻ്റെ ടൈറ്റിൽ വരുന്നുണ്ട്. ദെൻ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് നമുക്ക് ഇവിടെയും കൊടുക്കാം കേട്ടോ. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ഇനി നെക്സ്റ്റ് കംസ് നമ്മുടെ കോണ്ടന്റ് പാർട്ട്. ആര് ഉദ്ഘാടനം ചെയ്യുന്നു, എവിടെ, എങ്ങനെ, എപ്പോൾ. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് കംസ് നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൊടുത്തിരിക്കുന്നത് ആദ്യമേ തന്നെ ഒരു നോട്ടീസ് കിട്ടുമ്പോഴേക്കും ആരും പോയി ഇതിനുള്ളിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും ആദ്യമേ ഒരു ടൈറ്റിൽ നോക്കും, ഇത് എവിടെ വെച്ചാ, ഏത് ദിവസമാണ്, ഇത്തരം കാര്യങ്ങളെ ആദ്യം ആരും അന്വേഷിക്കാൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നും കൂടി അതൊന്ന് സ്പെഷ്യലൈസ് ചെയ്ത പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് വെന്യൂ, അല്ലെങ്കിൽ ടൈം എവിടെയാണ്, ഡേറ്റ് എവിടെയാണ്. അതിനുശേഷം ഇവിടെ ഈ സെക്രട്ടറി സോഷ്യൽ സയൻസ് ക്ലബ് എന്ന് എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ടു ബി പ്ലേസ്ഡ് ഹിയർ. ഇത് പണ്ടത്തെ ഒരു ഫോമാറ്റ് ആണ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഫോമാറ്റിൽ ഇറ്റ് ഷുഡ് ബി നിയർ ടു ദിസ് മാർജിൻ. ഈ മാർജിൻ്റെ തൊട്ടടുത്തേക്ക് വേണം നിങ്ങൾ അത് പ്രസന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഓൾസോ ക്ലിയർ ഫോർ യു. ഈ ഒരു കാര്യം കൂടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓൾറൈറ്റ്, സോ നൗ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രാമർ പാർട്ടാണ് നമുക്കിനിയുള്ളത്. ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ഈ ഒരു സാധനമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും
റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് എപ്പോഴും പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു പോകും. ദെൻ ഐ വിൽ ബി ജസ്റ്റ് ആൻസറിങ് ദി ക്വസ്റ്റ്യൻസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ ഗ്രാമർ പോർഷൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊന്ന് പറഞ്ഞിട്ട് നമ്മൾ റാപ്പ് അപ്പ് ചെയ്യും. Alright, so I just hope for your suggestions also നിങ്ങളുടെ അടുത്ത് നിന്നുള്ള റിപ്ലൈസും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമർ പോർഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. There are few errors in the passage given below which are underlined. Edit them. ഓക്കെ, ഒന്നാമത് നിങ്ങൾ പാസേജ് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ആദ്യം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ടെൻസിലാണ് പാസേജ് കിടക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ അത് പ്രസൻറ്റിലായിരിക്കും, അതല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും, അതല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കും. ഈ കാര്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അനലൈസ് ചെയ്യുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇനിയിപ്പോൾ പ്രസൻറ്റിലാണ് നിങ്ങളുടെ പാസേജ് കിടക്കുന്നതെങ്കിൽ അവിടെയുള്ള സകല സെൻറ്റൻസും അത് ഇറ്റ് ഷുഡ് ബി ഇൻ പ്രസൻറ്റ്. ഒരെണ്ണം സ്മിയർ എന്ന് അല്ലെങ്കിൽ ഒരെണ്ണം മൂവ് എന്ന് കൊടുത്തിട്ട് രണ്ടാമത്തെ സെൻറ്റൻസ് വരുമ്പോഴേക്കും അവിടെ മൂവ്ഡ് സെക്കൻഡ് ഫോം ഓഫ് വെർബ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി റോങ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പ്രസൻറ്റിലാണെങ്കിൽ അത് എൻറ്റയർലി തുടക്കം മുതൽ ഒടുക്കം വരെ അത് എന്തിലായിരിക്കണം? പ്രസൻറ്റിലായിരിക്കണം. പാസ്റ്റിലാണെങ്കിലും പാസ്റ്റിൽ തന്നെയായിരിക്കണം അവസാനം വരെ. തുടങ്ങുമ്പോൾ ഫ്യൂച്ചറിലാണുള്ളതെങ്കിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ടൊരു സാധനം അവിടെ ഉണ്ടാവും. വിൽ ബി ദാറ്റ് ഇറ്റ് ഇസ് വിൽ. വില്ലിൻ്റെ കൂട്ടത്തിൽ V1 ഫോം ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഫ്യൂച്ചർ ഫോം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രസൻറ്റിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ V1 ഫോം. അതിൻ്റെ കൂട്ടത്തിൽ ED ഫോംസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പാസ്റ്റിലാണെങ്കിൽ V2 ഫോമിലായിരിക്കും, ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ പ്ലസ് V1 ഫോമിലും ആയിരിക്കും ഉണ്ടാവുക. ഓൾ റൈറ്റ്, ഇനി ഇവിടെ നിന്ന് നോക്കിയേ. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർ ഓയിൽ ഓവർ മൈ ഫേസ് മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. ഇവിടെ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഐഡിയ ഏത് ടെൻസിലാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ആദ്യം ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പണിയാണ്, ഒരു എഡിറ്റിംഗ് പോർഷനാണ്. ഇവിടെ നമുക്ക് ഒരു അണ്ടർലൈൻ പോർഷൻ. അപ്പോൾ നമുക്ക് അവിടെ തീരുമാനിക്കാൻ പറ്റില്ല വിച്ച് ഇസ് ദ റൈറ്റ് വൺ എന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ സ്മിയർ എന്നുള്ളത് കൊടുത്തു, അപ്പോൾ അവിടെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സോ അടുത്ത ഭാഗത്തേക്ക് പോരാം. നമ്മുടെ അടുത്ത വേർബിനെ നമ്മൾ തപ്പി ഇറങ്ങുക. ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ടുക്ക്. സോ വാട്ട് ടൈപ്പ് ഓഫ് വേർബ് ഇസ് ദാറ്റ്? ടുക്ക് എന്ന് പറയുന്നത് ദിസ് ഇസ് എ V2 അല്ല. അപ്പോൾ ഇതിന്റെ V1 ഫോം ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ടേക്ക്. ഓക്കെ, ടേക്ക് എന്നായിരിക്കും. ഓക്കെ, അപ്പം ടേക്ക് എന്നല്ല ഇവിടെ കൊടുത്തിട്ടുള്ള, പകരം നമുക്ക് ടുക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ നിന്ന് തന്നെ മനസ്സിലായി V2ലാണ്. ദിസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓൾറൈറ്റ്, ഇനി മുന്നോട്ട് പോകാം. ഐ ചേഞ്ച്ഡ് ഇൻ ടു എ ഫ്രഷ് ക്ലോത്ത്സ്. വീണ്ടും നോക്കിക്കേ, ഒന്ന് ഉറപ്പ് വരുത്താണ് V2 തന്നെയാണോ എന്ന്. എഗെയിൻ ഇറ്റ് ഇസ് ഇൻ V2. രണ്ടാമത് നമ്മൾ തന്നിരിക്കുന്നതും V2 ആണ്. ചേഞ്ച് എന്നാണ് ഇരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു V1 ആയിരുന്നു. വീണ്ടും കൺഫ്യൂഷൻ ആയിരുന്നു. നൗ ഇറ്റ് ഇസ് അഗെയിൻ V2. രണ്ടാമത് V2 ഫോമിലാണ് വന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് വൺ ഓഫ്. വീണ്ടും ഒരു ടുക്ക് കൂടെ വന്നു. അപ്പം നേരത്തെ വന്നതൊന്നും ബൈ മിസ്റ്റേക്ക് അല്ല. നമുക്ക് വീണ്ടും ഉറപ്പിക്കാം ഇത് പാസ്റ്റ് ടെൻസിൽ തന്നെ പോകുന്നതാണ്. ആൻഡ് ദെൻ കംസ് ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ ബട്ട് വി ഫൗണ്ട്. ഉണ്ടായിരുന്നു വീണ്ടും ഒരു എക്സാമ്പിൾ. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇൻ പാസ്. ഇതും V2ലാണ്. ഇതിന്റെ ഫസ്റ്റ് ഫോം എന്താണ്? ഇറ്റ്സ് ഫൈൻഡ്. ഫൈൻഡിന്റെ സെക്കൻഡ് ഫോം ആണ് ഫൗണ്ട് കൊടുത്തിട്ടുണ്ട്. വി ഹാഡ് ലിറ്റിൽ. വീണ്ടും അടുത്ത എക്സാമ്പിൾ ഇതാ ഹാഡ് വന്നിട്ടുണ്ട്. ഹാഡ് ഇസ് ഓൾസോ പാസ്റ്റ്. Had little to carry, the room had been out cleaned by some thief, but not really, and thief had leaved എന്നാണ് കൊടുത്തിട്ടുള്ളത്. I was about to say the answer. Had leaved എന്ന് പറഞ്ഞിട്ടുണ്ട്. Behind one thing as a final insult. എല്ലാത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെയൊക്കെ ഹാഡ് വന്നിട്ടുണ്ട്, ഇവിടെയും ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന, നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന സെൻറ്റൻസസ് അല്ലെങ്കിൽ വേർഡ്സിനെ നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. അതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. മിക്കവാറും എറേഴ്സ് അവിടെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നാമത് നോക്കാം. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർ. സ്മിയർ എന്ന് പറയുന്നത് ദിസ് ഇസ് ഇൻ V1 ഫോം. ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് V2 when we add ED to it. ED ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് V2. സ്മിയർഡ് എന്നുള്ളതായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സ്മിയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈ മൈസെൽഫ്. സ്മിയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറേ മേത്ത് ഇങ്ങനെ തൂത്ത് പരട്ടുന്നതിനാണ്, കുറച്ചിങ്ങനെ പരട്ടുക. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്മിയർ അല്ലെങ്കിൽ സ്മിയർഡ് എന്ന് പറയുക. ഓക്കെ, ഈ ഭാഗം എവിടെ നിന്നാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഹോമിയോപ്പത്തി ഇറങ്ങി ഓടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണിത് മുഴുവൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. നെക്സ്റ്റ് മോർണിംഗ് at about 8:30 I took my friend and one or two others to my room to. അടുത്ത നോക്കിയേ, ഇതാണ് ഒരു എഡിറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. MOOVE. ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വേർഡ്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Is there any such word like MOOVE?
It's not MOOVE, it's MOVE. അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഒരു സ്പെല്ലിംഗ് എറർ ആണ്. അപ്പം ഗ്രാമറിന് മാത്രമല്ല, സ്പെല്ലിംഗ് എറേഴ്സ് ക്യാൻ ഓൾസോ occur in such passages. സ്പെല്ലിംഗ് എറേഴ്സും വരാം. ഓൾ റൈറ്റ്. അപ്പം MOVE ആണ്, മൂവ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Then next comes my things from there, but we found we had little to carry and the room had been cleaned by some thief. ക്ലീൻഡ് ഔട്ട് ക്ലീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഭംഗിയില്ലാണ്ട് അങ്ങോട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. സോ ക്ലീൻഡ് ഔട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ബട്ട് നോട്ട് റിയലി ദ തീഫ് ഹാഡ് ലീവ്ഡ്. ലീവ്ഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ദർ ഇസ് നോ സച്ച് വേർഡ് ലൈക്ക് ലീവ്ഡ്, ഇറ്റ് ഇസ് ലെഫ്റ്റ്. നമ്മൾ എല്ലാത്തിൻ്റെയും കൂട്ടത്തിലും നമ്മൾ ED ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ആവില്ല. ഹാഡിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും തേർഡ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പം ലീവ് എന്നുള്ളതിൻ്റെ അതിൻ്റെ തേർഡ് ഫോം ഇസ് ലെഫ്റ്റ്. ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ആദ്യം നിങ്ങളൊരു എറർ കറക്ഷൻ പാസേജ് എഡിറ്റിംഗ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഐഡൻറ്റിഫൈ ദ ടെൻസ്. അപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പറഞ്ഞ ടെൻസിലാണോ പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നെക്സ്റ്റ് കംസ് നിങ്ങളുടെ വേർബ്സ് എല്ലാം ആ ഒരു ഫോമിലേക്ക് കൊടുക്കാം. എപ്പോഴും ക്ലൂ ആയിട്ട് ഓർത്തിരിക്കുക. V1-ലാണെങ്കിൽ പ്രസൻറ്റിലാണ്, V2-ലാണെങ്കിൽ പാസ്റ്റിലാണ്, വിൽ പ്ലസ് V1-ലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ദെൻ പിന്നെ ഒരു കാര്യം, ഹാഡിലാണ് എപ്പോഴെങ്കിലും, ഹാഡിൻ്റെ തൊട്ടിപ്പുറത്താണ് ഒരു വേർബ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഓൺലി ബി ഇൻ V3 ഫോം. ഹാഡിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും നമ്മൾ V3 ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ ഹാസ് ആൻഡ് ഹാവ്, ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂട്ടത്തിൽ നമ്മൾ V3s മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. അടുത്തത് റിപ്പോർട്ട് ദി ഫോളോയിങ് ഡയലോഗ്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മളുടെ അടുത്ത് പറയാറ് ജസ്റ്റ് ഫിൽ അപ്പ് ദിസ് കോൺവെർസേഷൻ, ഈ ഒരു കോൺവെർസേഷൻ ഒന്ന് ഫില്ലപ്പ് ചെയ്യൂ എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുക. എന്താ, വാട്ട് ഡസ് ദാറ്റ് റിപ്പോർട്ട് മീൻ? റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് നമ്മളുടെ അടുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചൊരു കാര്യം നിങ്ങൾ മൂന്നാമതൊരാളുടെ അടുത്ത് ചെന്ന് പറയുകയാണ്. അതിനെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് റിപ്പോർട്ടിംഗ്. ഓക്കെ, നിങ്ങൾ രണ്ടാൾ സംസാരിക്കുന്ന ഒരു കാര്യം, ഇപ്പം എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറയുകയാണ് ഞാൻ അവിടെ പോവാണ്, നിങ്ങളത് മൂന്നാമതൊരാളുടെ അടുത്ത് ചെന്ന് പറയുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് അവൻ എന്നോട് പറഞ്ഞു അവൻ എവിടെയോ പോവുകയാണെന്ന്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓൾ റൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് നോക്കിയേ, സാറ വാട്ട് ഹാപ്പൻ ടു മൈ ഷൂസ്? എന്താണ് എൻ്റെ ഷൂസിന് പറ്റിയത്? ഒന്നാമത് നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് സംഭവിക്കും. WH എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ്, ഈ WH വേർഡ് ഇറ്റ് സെൽഫ് ഈസ് ദി റിപ്പോർട്ടിംഗ് വേർഡ്. വാട്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് വരിക. ഓൾ റൈറ്റ്, വാട്ട് എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് വേർഡ് ആയിട്ട് വരിക. ആൻഡ് ദെൻ അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഇഫ് ക്ലോസ് ടു ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. Sarah asked നമ്മൾ വാട്ട് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർഡ്. നമ്മൾ വീണ്ടും വാട്ട് യൂസ് ചെയ്യാണ്. വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത് ദിസ് ഇസ് ഇൻ V2. V2-ലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ഹാഡ് പ്ലസിലേക്ക് പോകും. ഓക്കെ, അപ്പം ഹാഡ് ഹാപ്പൻ, വാട്ട് ഹാഡ് happened to his shoes. Sorry, his alla her. Sarah is asking what had happened to her shoes. Okay, then next comes അടുത്ത നോക്കിക്കേ, Zara, I lost it on my ways. അലി പറയാണ്, അലി റിപ്ലൈഡ് ദാറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്? ദാറ്റ് ഇസ് ഓൾറെഡി ഗിവൻ. കാരണം ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പോരുന്ന വഴിക്ക് അത് കളഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് എങ്ങനെ വരും? അലി റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഇറ്റ് ഓൺ ദ വേ. ഓക്കെ, ഹി ഹാഡ് ലോസ്റ്റ് ഇറ്റ് ഓൺ ദ വേ. ഓക്കെ, സോ അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ് ഉപയോഗിച്ചത്. WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സെയിം റിപ്പോർട്ടിംഗ് വേർഡ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ഫോർ യു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച് ഇത്രയും തന്നെയാണുള്ളത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രേസൽ വേർബ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കോഴ്സസ്. ഇതിൽ ഏതെങ്കിലും ഡിസ്കോഴ്സസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ട് നമുക്ക് വരാനുള്ളത് ഫോർമൽ, ഇൻഫോർമൽ ലെറ്റേഴ്സ്, സ്പീച്ച് ഇസ് ദർ, നോട്ടീസ് ഇസ് ദർ, then interview questions, profile is there, then notice,
ഇത്രയും തന്നെയാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി, മേ ബി ഐ ഡെൻറ്റ് മിസ് എനിത്തിങ്, ഒന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും തന്നെയാണ് നമുക്ക് ഡിസ്കോസ് ഐറ്റംസിൽ മെയിനായിട്ട് വരാനുള്ളത്. പിന്നെ നമുക്കുള്ളത് റൈറ്റപ്സ്, നറേറ്റീവ്സ്, അതുപോലെ തന്നെ റിവ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർമലായിട്ട് ഒന്ന് നോക്കിയിരിക്കുന്നത്. പിന്നെ കോൺവെർസേഷൻ ഫില്ലിംഗ് ആണ്. അപ്പോൾ കോൺവെർസേഷൻ ഫില്ലിംഗ് നിങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യണം, താഴെ തന്നിരിക്കുന്ന ഡയലോഗും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം മേലത്തെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ യുൽ ബി ജസ്റ്റ് പ്ലേസിങ് വൺ ക്വസ്റ്റ്യൻ, എന്നിട്ട് ആ കുട്ടി പറയുന്ന ആൻസർ എന്താവും, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആയിപ്പോൾ. Okay, അപ്പോൾ whenever you are doing such things, you just be sure about the answer of that question also. Okay, interview questions ആവട്ടെ, അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഫോമാറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. Alright, so make sure that you are doing everything in such an order. ഈ പറയുന്ന രീതിക്ക് വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആൻസേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡോണ്ട് ബി ലേസി ടു റൈറ്റ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും മടി പിടിച്ചിരിക്കുന്നതോ ഇത്രയും മതി, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇത്രയും മതി, നിങ്ങളുടെ എഴുതുന്ന പോയിന്റ്സിനനുസരിച്ചായിരിക്കും യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിന്റ്സ് വെച്ചിരിക്കണം. അത് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, അലൈൻഡ് ആയിട്ട് പാരഗ്രാഫ്സ് തിരിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ വൺ മോർ തിങ്, ഇഫ് യു ഫീൽ ലൈക്ക് സം പോയിന്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, ഓരോ പാരഗ്രാഫിനെ പറ്റിയും ഒരു പോയിന്റിനെ സ്ട്രെസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യണം, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, ആൻഡ് നൗ നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പോകുന്നപ്പോൾ നമ്മൾ 9th എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വി ജസ്റ്റ് ഹവ് മെറ്റ്, ബട്ട് ഡസൻറ്റ് വറി അബൌട്ട് ദറ്റ്. ഐ വാസ് ജസ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് ദ ഫോമാറ്റ്. ആ ഒരു ക്വസ്റ്റ്യൻ വി ജസ്റ്റ് പ്ലേസ് ഇറ്റ് ലൈക്ക് വൈസ്. അപ്പോൾ ആ ഒരു ഫോമാറ്റിൽ നിങ്ങളൊന്ന് ഫോമാറ്റ് മാത്രം, റിവ്യൂവിൻ്റെ ഫോമാറ്റ്, അതുപോലെ തന്നെ ഡയറി എൻട്രീസ്, ഇതിൻ്റെയൊക്കെ ഫോമാറ്റ് ഒന്ന് ജസ്റ്റ് കൂടെ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് റീഅഫേം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് വി ജസ്റ്റ് പ്ലേസ്ഡ് സച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് such chapters അല്ലെങ്കിൽ മറ്റ് ചാപ്റ്റേഴ്സിനെ വിചാരിച്ചിട്ട് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബി വെരി ഷുവർ അബൌട്ട് ദി ഫോമാറ്റ്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി തിങ് ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത്. അതിനുശേഷം നിങ്ങളുടെ സ്റ്റോറീസ് വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് വായിക്കുക. ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൽ നിന്നായിരിക്കും ഭൂരിഭാഗം ഗ്രാമർ ക്വസ്റ്റ്യൻസ്, ഒരു പാസേജ് തരുന്നത് അതിൽ നിന്ന് തന്നെയായിരിക്കും. അതിനകത്ത് നിന്നായിരിക്കും നമുക്ക് ഗ്രാമർ ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾക്ക് തറവാണെങ്കിൽ, ഈവൻ ഇഫ് യു ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് അബൌട്ട് സം ഗ്രാമർ പാർട്ട്, നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ വായിച്ച് ഓർമ്മ വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കീപ്പ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്ലേസ് ചെയ്യാൻ. Alright, so I hope this much is clear for you. അപ്പം stay for more videos. അപ്പം നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഉഷാറായിട്ട് എഴുതുക, അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. അപ്പം നിങ്ങളുടെ സെൽഫ് വർക്ക്, നിങ്ങളുടെ സെൽഫ് സ്റ്റഡീസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടത്തുക. സോ ഐ എം വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പം നിങ്ങളുടെ ക്വയറീസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഉഷാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ എവ്രിവൺ.